സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജൈനീസ് മീഡിയയിലൂടെ ടെലികാസ്റ്റ് ചെയ്ത ഇതിനു മുൻപുള്ള എപ്പിസോഡുകൾ കാണുകയും തുടർന്ന് ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെടുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്ത മുഴുവൻ ആളുകളെയും ദൈവങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പങ്കുവയ്ക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവെ എല്ലാ ശ്രോതാക്കളുടെയും ഹൃദയങ്ങളെയും കാതുകളെയും ചിന്തയെയും ബുദ്ധിയെയും തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. പൗലോസ് ഫിലിപ്പിയ പട്ടണത്തിൽ പോയി ലിദിയ എന്ന പട്ടുവസ്ത്ര വിൽപ്പനക്കാരിയോട് സുവിശേഷം അറിയിക്കുകയും സുവിശേഷം മനസ്സിലാക്കാൻ അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തതുപോലെ കർത്താവെ, ഇന്ന് ഇതിനു മുൻപ് സുവിശേഷം കേൾക്കുന്ന സമയത്ത് വിരസത അനുഭവപ്പെട്ടവർ, അസ്വസ്ഥത അനുഭവപ്പെട്ടവർ, മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ആളുകൾ, അവരെല്ലാവരെയും ദൈവമേ അങ്ങ് അവരുടെ ഹൃദയത്തിന് നിയന്ത്രണം ഏറ്റെടുത്ത് കർത്താവെ അവർക്കിത് മനസ്സിലാക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെല്ലാം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങോട് നന്ദി പറയുകയും ചെയ്യും. ഇന്ന് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള തിരുവാക്യങ്ങൾ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു എന്നാണ് തിരുവചന ഭാഗത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് വായിക്കുന്നതിന് മുമ്പ് തന്നെ ചില ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അറിയുന്നത് നല്ലതാണ്. ആരാണ് ഈ സുവിശേഷം എഴുതിയത് എന്ന് പറയുന്ന സമയം അറിയാം. വിശുദ്ധ ലൂക്കയാണ് സുവിശേഷം എഴുതിയത്. അപ്പോൾ വിശുദ്ധ ലൂക്കയുടെ ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹം ആരാണെന്നൊന്ന് മനസ്സിലാക്കുന്നത് പിന്നീടുള്ള സുവിശേഷ ഭാഗങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഒന്ന്, അദ്ദേഹം ഒരു ചരിത്ര പണ്ഡിതനായിരുന്നു. 2, അദ്ദേഹം നല്ല ചിത്രകാരനായിരുന്നു. നമ്മളിന്ന് കാണുന്ന നിത്യസഹായ മാതാവിൻ്റെ ചിത്രം രചിച്ചത് വിശുദ്ധ ലൂക്കയാണ്. 3, അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഡോക്ടർ എന്നുള്ളതാണ്. 4, അദ്ദേഹം ഒരു വിജാതീയനാണ്. 5, അപ്പോസ്തലന്മാരുടെ 12 പേരെ ഗണത്തിൽപ്പെടുന്ന ആളല്ല ലൂക്ക. അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ ശുശ്രൂഷയുമായിട്ട് പരിചിതനായ വ്യക്തി അല്ലായിരുന്നു. പക്ഷെ പിന്നീട് യേശുവിനെ കുറിച്ച് അറിയുകയും യേശുവിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആദം മുതൽ യേശു ക്രിസ്തു വരെയുള്ള വംശാവലി തയ്യാറാക്കുകയും പിന്നീട് യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ക്രോഡീകരിക്കുകയും ഏറ്റവും മികച്ച സുവിശേഷം എന്ന് വേണമെങ്കിൽ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തെ നമുക്ക് വിളിക്കുകയും ചെയ്യും. വിശുദ്ധ ലൂക്കയുടെ മറ്റൊരു കാര്യം, അദ്ദേഹം ആ കാലഘട്ടത്തെ പ്രശസ്തനായ ഡോക്ടറാണ്. അപ്പോൾ ഇത്രയും പ്രമുഖനായ ആൾ നമുക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് അറിയാം. മത്തായി ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു. യോഹന്നാൻ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളാണ്. മാർക്കോസ് പത്രോസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ഒരു സഹോദരനാണ്. മറ്റ് സുവിശേഷകരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, ഒരു പഠന ബാക്ക്ഗ്രൗണ്ട് എല്ലാമുള്ള വിജാതീയനായിട്ടുള്ള ഒരാൾ വിജാതീയരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സുവിശേഷ രചന നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു എന്ന വചനഭാഗം വായിച്ചെടുക്കാൻ. 13-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള തിരുവാക്യങ്ങളിൽ, ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. സാബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത് തന്നെ ചില തെറ്റിദ്ധാരണകൾക്ക് ഇടയായിട്ടുണ്ട്. കത്തോലിക്കരുടെ ഇടയിൽ ഞായറാഴ്ചയാണ് സാബത്ത് എന്നൊരു തെറ്റായിട്ടുള്ള പഠനം കടന്നു വന്നിട്ടുണ്ട്. സാബത്ത് യഹൂദരുടെ ആചാരമാണ്. അത് വെള്ളിയാഴ്ച 6 മണി മുതൽ ശനിയാഴ്ച 6 മണി വരെയാണ് സാബത്ത് ആചരിക്കുന്നത്. കത്തോലിക്കരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, എപ്പിസ്കോപ്പൽ സഭയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഞായറാഴ്ച കർത്താവിൻ്റെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അത് കർത്താവിൻ്റെ ദിനം എന്ന് പറയുന്നത് സാബത്തല്ല. സാബത്തിൽ നിഷേധം എന്ന് പറയുന്നത് മോശയുടെ നിയമവുമായി ബന്ധപ്പെട്ടാണ്. കത്തോലിക്ക സഭയിൽ കടന്നു വരുമ്പോൾ ക്രിസ്തു നൽകുന്ന സ്നേഹത്തിൻ്റെ നിയമമാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത്. എന്തായാലും യേശു ഒരു സാബത്തിൽ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ യേശു ചില സമയങ്ങളിൽ
പ്രസംഗിക്കും, ചില സമയത്ത് പഠിപ്പിക്കും. പക്ഷെ ഇന്ന് ഇവിടെ പറയുന്ന യേശു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്തതും കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ യേശു പഠിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബൈബിൾ ക്ലാസ്സിൽ, അല്ലെങ്കിൽ നടക്കുന്ന ഒരു സുവിശേഷ യോഗത്തിൽ 18 വർഷമായിട്ട് മുടക്കം കൂടാതെ വരുന്ന ഒരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു. ഈ സഹോദരിയുടെ വിശേഷം പറയുന്നു, അവർ കൂനിപ്പോയി എന്നാണ് പറയുന്നത്. 18 വർഷമായിട്ട് സുവിശേഷം കേൾക്കാൻ വരുന്നു, എന്നാൽ ആ സുവിശേഷം കേൾക്കാൻ വന്നിട്ട് ഇവർക്ക് സൗഖ്യം കിട്ടുന്നില്ല, അവർ കൂനിപ്പോവുകയും ചെയ്തിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പൊ 18 വർഷമായിട്ട് അവിടെ പലരും വന്ന് പ്രസംഗിച്ചു പോയി, ആർക്കും ഇവളിൽ ഒരു അസ്വസ്ഥത കണ്ടില്ല. കൂനിയായിട്ട് നിൽക്കുന്ന ആള് കൂനിയായിട്ട് നിൽക്കുന്നു, ഭർത്താവ് സൗഖ്യം കൊടുത്തില്ല എന്ന ഒരു ന്യായീകരണത്തിൽ നിന്നു. യേശു അവളെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഞാൻ ഈ തിരുവചന ഭാഗങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയാൻ. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. മോചനം എന്ന് പറഞ്ഞ നമ്മൾ അതിനെ ഡെലിവറൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നു, ഡെലിവറൻസും സംഭവിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൊഴിച്ച് തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 18 വർഷമായിട്ട് സുവിശേഷ യോഗത്തിൽ വരുന്നു, അവിടെ പറയുന്ന പ്രബോധനങ്ങൾ കേൾക്കുന്നു. പക്ഷെ ഇവളുടെ വ്യക്തി ജീവിതത്തിൽ ഇവൾ കൂനിപ്പോയി, അതിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല. അവിടെ വന്ന ആളുകൾക്കൊന്നും ഇതിന്റെ കാരണം കണ്ടെത്തുവാനും കഴിയുന്നില്ല. പക്ഷെ യേശു അവളെ അടുത്ത് വിളിച്ചു വന്ന്, നീ രോഗത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അവളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിംഗ്, ഡെലിവറൻസ് എന്ന് പറയുന്ന 2 സംഭവങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ്. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിനാൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, സാബത്ത് ദിവസം പാടില്ല. പക്ഷെ ഇത് സിനഗോഗിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പ്രാർത്ഥനാ കേന്ദ്രത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് യേശു ഈ സഹോദരിയെ സുഖപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു, 6 ദിവസമുണ്ട്, പണി ചെയ്യാവുന്ന ദിവസങ്ങൾ മോശയുടെ നിയമം അനുസരിച്ച് അന്ന് വന്നിട്ട് വരിക, അന്ന് വന്ന് രോഗശാന്തി എടുക്കുക, സാബത്ത് ദിവസത്തിൽ രോഗശാന്തി കൊടുക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയെയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ല. അപ്പൊ സാബത്ത് ദിവസമാണെങ്കിലും കഴുതയ്ക്കും കാളയ്ക്കൊക്കെ വെള്ളം കൊടുക്കുകയും തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 18 വർഷം, ഇനി ശ്രദ്ധിക്കുക, 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളുമായ അബ്രഹാത്തിന്റെയും മകളെ സാബത്ത് ദിവസം അഴിച്ചു വിടേണ്ടതല്ലേ? കഴുതയും കാളയും കയറുകൊണ്ട് കെട്ടിയിടുകയും കയറഴിച്ച് അതിന് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുപോകുന്നു. അതിൽ സാബത്ത് നിയമലംഘനമായി കാണാത്ത നിങ്ങൾ 18 വർഷമായിട്ട് സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഇവളെ അഴിച്ചുവിടേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് കേട്ട് അവന്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെ കുറിച്ച് സന്തോഷിച്ചു. യേശു ഈ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട അബ്രഹാമിന്റെ മകളെ മോചിപ്പിച്ചതിൽ അവിടെ വന്ന ജനം സന്തോഷിച്ചു. സിനഗോഗ് അധികാരിക്ക് ദുഃഖം ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അല്പം ഹീലിംഗ് ഡെലിവറൻസ് മിനിസ്ട്രിയെ കുറിച്ചിട്ട് നമ്മളത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാസേജ് ആയതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കാം. ശ്രദ്ധിക്കാം. യേശു അവിടെ കണ്ടപ്പോൾ പറയുന്നു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു. അപ്പൊ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു, നീ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിക്കുന്നു, കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവൾ സൗഖ്യം കിട്ടുകയും അവൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. താങ്ക്സ് ഗിവിംഗ് സംഭവിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പറഞ്ഞ ഇവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു എന്താണ്, കഴുത, കാള, ഒട്ടകം, ആട് മുതലായവയെ കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. പക്ഷെ തീറ്റ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇത് കയറുന്ന അഴിച്ചുവിടുന്നതിന് സ്ഥലം മാറ്റി കെട്ടുന്നു. സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഇവളെ മോചിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. സിനഗോഗ് അധികാരിക്ക് അത് മനസ്സിലാവുന്നില്ല. കാരണം 18 വർഷമായിട്ട് നമ്മുടെയൊക്കെ ഒരു ധാരണ 18 കൊല്ലമായിട്ട് മുടങ്ങാണ്ട് ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ഏകദിന ധ്യാന ശുശ്രൂഷ നടക്കുന്ന ധ്യാന കേന്ദ്രങ്ങളിൽ എല്ലാ ആഴ്ചകളിലും വന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാൾക്ക് പിശാചുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഇടവപ്പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്ന ഒരു സഹോദരിക്ക് മുടങ്ങാണ്ട് 18 കൊല്ലം കുർബാനയ്ക്ക് വരുന്ന ഒരാൾക്ക് പിശാചുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല.
സ്വാഭാവികമാണ്. പക്ഷെ യേശുവിന് അത് തിരിച്ചറിയാൻ പറ്റുന്നു. ഒരു ഡിസേണിങ് സ്പിരിറ്റ്, ഈ ദുഷ്ടാത്മാവാണോ ദുരാത്മാവാണോ പരിശുദ്ധാത്മാവാണോ ഇവരെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് യേശുവിന് സാധിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഈ വരങ്ങളുള്ള ആളുകൾക്കും അതിന് സാധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഈ പള്ളിയിൽ വരുന്ന ആള് പിശാച് കയറുന്നതെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിന് നന്നായിരിക്കും. ഡിമോണോളജി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലാസ്സുകളിൽ പറയുന്ന സംഭവങ്ങളാണ് ഞാനൊന്ന് ആവർത്തിക്കുക. ഒന്ന്, ഒരു വ്യക്തിയുടെ മേല് പിശാച് കയറി കഴിഞ്ഞാൽ ഇത് പിശാചിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ഒന്നും ആവില്ല. അവരുടെ ഒരു നോർമൽ ജീവിതത്തിൽ ആത്മീയ മേഖലയിലെ പതുക്കെ ഒരു ബാക്ക് സ്ലൈഡിങ്, ഒരു പതുക്കെ ഒരു പിന്മാറ്റം സംഭവിക്കുന്നു. ആ പിന്മാറ്റം സംഭവിക്കുന്നതിനെയാണ് സാധാരണഗതിയിൽ ഡിമോണോളജിയിൽ പറയുന്ന ഒരു ഭാഷയാണ് റിപ്രഷൻ എന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മീയ മേഖലയിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളിൽ നിന്ന് അവർ പതുക്കെ ഒരു പിന്മാറ്റം ഉണ്ടാവും. ആ പിന്മാറ്റം പലതരത്തിലാവും. ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് സജീവമായിട്ട് ചൊല്ലിയിരുന്ന ആള് സാന്നിധ്യം കൊണ്ട് സജീവത നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ വ്യക്തിപരമായി പ്രാർത്ഥിച്ചിരുന്ന വ്യക്തി ആ പ്രാർത്ഥനയിൽ നിന്ന് പിന്നോക്കം പോകുന്നു. അങ്ങനെ പതുക്കെ ഒരു അല്ലെങ്കിൽ ബൈബിൾ വായിച്ചിരുന്ന ആൾ വായന നിർത്തുന്നു. കൊന്ത ചൊല്ലി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ച ആൾ ജവാന ചൊല്ലി പ്രാർത്ഥന നിർത്തുന്നു. അല്ലെങ്കിൽ കരണക്കൊന്ത ചൊല്ലുന്ന ആളുകളെ നിർത്തുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥനയിലുള്ള ഉന്മേഷം, ഉത്സാഹം പടിപടിയായിട്ട് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലെത്തും. ഇതാണ് ഒരു ആദ്യത്തെ സ്റ്റേജ്. ഈ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു കൗൺസിലിംഗ് കൊടുക്കുകയും ആത്മീയമായ ഒരു ഉത്തേജനം കൊടുക്കുകയും ഏതെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ആത്മീയമായ ഒരു ഗ്രൂപ്പിനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുക കഴിഞ്ഞാൽ ഇതിന് എളുപ്പത്തിൽ പുറത്തു വരാനായിട്ട് കഴിയും. ഇതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സമയത്തും ഒരു ആത്മീയമായ ഇടപെടൽ സംഭവിക്കുന്നില്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു സാത്താന്യ ആക്രമണം നേരിടുന്ന വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും. ആ പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് പലവിധ കാരണങ്ങളാൽ ഇത് പുറത്ത് ആരോടും പറയില്ല. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളോട് പറയണ്ടേ? ഞാനത് പറയാതിരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? പറയില്ല എന്ന് മാത്രമല്ല, എനിക്ക് പ്രയാസങ്ങളുണ്ട്, എനിക്കൊരു പൈശാചിക പീഡ അനുഭവപ്പെടുന്നു. അത് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നന്മ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. തിന്മ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഞാൻ ഇഷ്ടപ്പെടാത്ത തിന്മ ഞാൻ ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു. ആ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആന്തരികമായ സംഘർഷങ്ങൾ, ആത്മീയ മേഖലയിലുള്ള സംഘർഷങ്ങൾ, ഇതിനെ നമ്മൾ അടിച്ചമർത്താനായിട്ട് നോക്കും. അങ്ങനെ അടിച്ചമർത്തുന്ന ആ ഒരു സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെ പറയുന്നതാണ്, ഡിമോണോളജി ക്ലാസ്സസിൽ പഠിപ്പിക്കുന്നതാണ് സപ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഒരു റിപ്രഷൻ സംഭവിക്കുന്നു. രണ്ടാമത്തെ ഒരു സ്റ്റേജിൽ വരുന്ന സമയത്ത് ഒരു സപ്രഷൻ സംഭവിക്കുന്നു. ഈ സംഭവിച്ചിട്ടും ഇതിനൊരു ആത്മീയ പരിഹാരം തേടാതെ ഇരിക്കുന്ന സമയത്ത് ആത്മീയ മേഖലയിൽ വീണ്ടും താഴോട്ട് പോകുന്നു. അത് മിക്കവാറും എതിർചിന്തകളും യുക്തിചിന്തകളൊക്കെ കടന്നു വന്നിട്ടാണ്. ഇപ്പോൾ എന്നെ കാണാൻ വന്ന ഒരു യുവതിയുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രാർത്ഥനാ ജീവിതത്തിൽ പുറകോട്ട് പോയി. ആ പുറകോട്ട് പോയ സമയത്ത് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അവരുടെ ഉള്ളിലൊരു ചിന്ത കടന്നു വരികയാണ്. രണ്ട് ചിന്തകൾ കടന്നു വന്നത്. ഒന്ന്, ഈ കുർബാനയിലെ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു പറഞ്ഞാൽ ഇത് ശരിക്കും ശരീരവും രക്തവും ആകുമോ? ആകുമെന്ന വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. വലിയ പ്രതിസന്ധിയാണ്. രണ്ട്, ഇവർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്തയായ സ്ത്രീയാണ്, ദിവസം പള്ളിയിൽ പോയി ആൾ ധ്യാനത്തിനൊക്കെ പോകുന്ന ഒരാളാണ്, പക്ഷെ പെട്ടെന്ന് ഒരു പിന്മാറ്റക്കാരൻ സ്വഭാവം വന്നു. അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. മറിയത്തിന് ദൈവദൂതൻ കൊടുക്കുന്ന അഭിവാദനവും എൽസിബത്ത് കൊടുക്കുന്ന പ്രത്യഭിവാദനവുമാണ് നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഒരു പ്രാവശ്യം പറയും, 10 പ്രാവശ്യം മറിയത്തോടുള്ള പ്രാർത്ഥന ചൊല്ലുന്നത് ആത്മീയമായ അല്ലെങ്കിൽ ആധ്യാത്മികമായ തെറ്റായിട്ടുള്ള നടപടിയല്ലേ സഭ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കില്ല. ഇങ്ങനെ രണ്ട് സുപ്രധാനമായ വിഷയമാണ് ഒന്ന്. ഇതിൻ്റെ കാരണം തുടങ്ങുന്നത് ഇവരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുന്നു. ആ പ്രതിസന്ധി വരുന്ന സമയത്ത് ഇവിടെ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ പ്രതിസന്ധി വന്ന സമയത്ത് ഇവരുടെ ഹൃദയവികാര വിചാരങ്ങൾ മുഴുവൻ അടിച്ചമർത്തി ഒരു സ്വർഗസ്ഥനായ ചെല്ലുന്ന സമയത്ത് 10 നന്മ നിറഞ്ഞ പാടുണ്ടോ, കുർബാനയ്ക്ക് ഓസ്തിയിൽ യഥാർത്ഥ യേശുവിൻ്റെ ശരീരമാകുന്നുണ്ടോ, വീഞ്ഞ് യേശുവിൻ്റെ രക്തമാകുന്നു. ഈ 3 സുപ്രധാന ചോദ്യങ്ങൾ ഇവരുടെ മനസ്സിൽ കിടന്ന്
അത് ചില പെന്റക്കോസ്റ്റൽ സഭാവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ആശയ സംവാദത്തിന്റെ അനന്തരഫലമാണ്. എന്തായാലും ഇത് ആരോടും പങ്കുവയ്ക്കാതെ ആത്മീയമായ ഉപദേശം നേടാതെ നടന്ന സമയത്ത് ഇത് അടിച്ചമർത്തി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പല അസ്വസ്ഥതകൾ വരാൻ തുടങ്ങി. കുർബാന സ്വീകരിക്കാൻ താല്പര്യമില്ലാതെയായി, ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥനയിൽ താല്പര്യമില്ലാതെയായി, അതോടുകൂടി പ്രാർത്ഥനാ ജീവിതത്തിൽ താഴെ പോയി. അതേസമയം ആത്മീയമായ വലിയ താല്പര്യങ്ങളുള്ള വ്യക്തിയാണ്. ആത്മീയ ജീവിതം നയിക്കുന്ന താല്പര്യമുണ്ട്, അതേസമയം സാധിക്കുന്നില്ല. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല. തിന്മ ചെയ്യണമെന്ന് ആഗ്രഹമില്ല, എന്നാൽ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്ന അവസ്ഥയിൽ ഈ അവസ്ഥയിലെത്തി കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. ആ അടുത്ത സ്റ്റേജിൽ പ്രവേശിക്കുന്ന സമയത്താണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ ഡിപ്രഷൻ 2 തരത്തിൽ ഉണ്ടാകാം. ഒന്ന് സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ട് വന്നേക്കാം, ഒന്ന് സ്പിരിച്വൽ ഡിപ്രഷനും സംഭവിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ പോകുന്നു, കൂദാശകളിൽ താല്പര്യമില്ലാതെ പോകുന്നു, പ്രാർത്ഥനാ ജീവിതത്തിൽ താല്പര്യമില്ലാതെ പോകുന്നു, ദൈവവചനത്തിൽ താല്പര്യമില്ലാതെ പോകുന്നു, മതപരമായ പ്രതീകങ്ങളോട് താല്പര്യമില്ലാതെ പോകുന്നു. ഇങ്ങനെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പൈശാചികമായ ഉപദ്രവം അല്ലെങ്കിൽ പൈശാചികമായ പീഡ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഇതുകൊണ്ടും പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ ശ്രമിക്കാതെ പോകുന്ന സമയത്ത് ഒരു സ്പിരിച്വൽ ഡിപ്രഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൗൺസിലിംഗ് ചിലപ്പോൾ 1 സിറ്റിങ്ങോ 2 സിറ്റിങ്ങോ നടക്കുക, അല്ലെങ്കിൽ ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ആത്മീയ ഉപദേഷ്ടാക്കളുടെ സഹായത്തോടു കൂടി ഇതിനെ മറികടന്ന് പുറത്ത് വരാൻ തീർച്ചയായിട്ടും സാധിക്കും. ഒരു പെൺകുട്ടി, 40ഓളം വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി തൻ്റെ കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ കടന്ന സമയത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ആ രീതിയിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്താണ് അവരുടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് ഞാൻ അവരായിട്ട് ആദ്യത്തെ ഒരു ഇൻറ്ററാക്ഷനിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് 1 മണിക്കൂറിനുള്ളിൽ 40 പ്രാവശ്യം ഞാൻ മരിക്കും 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് നിരന്തരമായ കൗൺസിലിങ്ങും ധ്യാനങ്ങളും ശുശ്രൂഷകളും ഓവർ ദ ഫോൺ സംസാരങ്ങളും ഫലമായിട്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവകൃപയാൽ സാധിച്ചു. അപ്പോൾ ഈ സ്റ്റേജസിലൂടെ കടന്ന ഈ റിപ്രഷൻ, സപ്രഷൻ, ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഈ താഴ്ത്തു പോകണം, കിണറ്റിലേക്ക് ഇറങ്ങി പോകുന്ന പോലെ ഈ പോകുന്ന സമയത്ത് ഇതിനൊരു തീരുമാനമായതെങ്കിൽ അസ്വസ്ഥതകളിൽ കൂടി വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാം. ഇത് കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമായതെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. ഇതുവരെ ഒരു സ്വാധീനം പോലെയാണ് നിന്നെങ്കിൽ ഇനി ഒരു പൈശാചികമായ പീഡ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതിനെയാണ് സ്പിരിച്വൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സേറ്റനിക് ഓപ്പറേഷൻ എന്നായിരിക്കും കുറെ കൂടെ നല്ല വാക്ക്. ഒരു പൈശാചികമായ പീഡ ഇവരിലേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആധ്യാത്മിക കാര്യങ്ങളിൽ നിന്നും ആത്മീയ കാര്യങ്ങളിൽ നിന്നും പിന്മാറ്റക്കാരനായി വരുന്നു. ആത്മീയ കാര്യങ്ങളിൽ പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ആഗ്രഹമുണ്ട്, വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പലതരത്തിലുള്ള പൈശാചികമായ പീഡ പുറമേ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. ആ സമയത്ത് ചില ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. ചിലർക്ക് ഒന്നിനോടും ഒരു ഉന്മേഷമില്ല, ഉത്സാഹമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. ഇതൊക്കെ ആണെങ്കിലും ചില ആളുകൾ അപ്പോൾ ചില സമയത്ത് സൈക്കാട്രിസ്റ്റിനെ കാണും, ചിലർ സൈക്കോളജിസ്റ്റിനെ കാണും, ചിലർ ചിലപ്പോൾ ചില സൈക്കാട്രിക് മെഡിസിനുകളൊക്കെ കഴിക്കും. ഇത് മാനസിക രോഗമാണെങ്കിൽ ഈ മരുന്നുകൾ ഫലപ്രദമാവും. ആധ്യാത്മിക വിഷയമാണെന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ മാത്രമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ മാത്രമാണ് ഇത് പുറത്തുനിന്ന് ഇതിൽ നിന്നൊരു മോചനം കിട്ടുള്ളൂ. പക്ഷേ ഈ മോചനം കിട്ടാതെ നിൽക്കുന്ന സമയത്തും ഈ ഒരു സൈറ്റനിക് ഓപ്പറേഷൻ നിലനിൽക്കുന്ന സമയത്ത് അത് പിന്നീട് അത് ഒന്നും കൂടെ വളർന്ന് വികസിച്ച് പിന്നീട് എന്താ പറയുക, ഒരു സൈറ്റനിക് പൊസഷനിലേക്ക് എത്തുന്നു. ചില സമയങ്ങളിൽ ഈ സൈറ്റനിക് പൊസഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഒബ്സഷൻ സ്റ്റേജും കൂടെ ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. 2 തരത്തിലാണ് കാണാം. ഈ സൈറ്റനിക് ഒബ്സഷൻ വരുന്ന സമയത്ത് എല്ലാ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നിറവേറ്റാതെ എല്ലാം പിശാചിന്റെ മേൽ ആരോപിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു. ഇപ്പം ഞാൻ പഠിച്ചാലാണ് പരീക്ഷ എഴുതുള്ളൂ,
ഞാൻ പഠിക്കുന്നില്ല, ഉഴപ്പി നടക്കുന്നു, പരീക്ഷയ്ക്ക് പോകുന്നു, തോൽക്കുന്നു, എന്നിട്ട് പറയുന്നതാണ് പിശാച് എന്നെ പഠിക്കാൻ അനുവദിക്കുന്നില്ല. സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നു, എല്ലാം പിശാചിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കുന്നു. അല്ലെങ്കിൽ എക്സ്റ്റീരിയറൈസേഷൻ ഓഫ് ഈവിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചില സ്ഥലങ്ങളിലൊക്കെ ചില തർക്കങ്ങളൊക്കെ കാണാറുണ്ട്. ചില ആധ്യാത്മിക മണ്ഡലങ്ങളിൽ പള്ളിയിൽ വെച്ച വിളക്ക് ശരിയല്ല, ആന്തൂറിയം പൂവ് വെച്ചത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ബാഹ്യവൽകൃതമായ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട നിസ്സാര വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക. ഇതെല്ലാം പിന്നെ കാണുന്നത് മുഴുവൻ എന്താ പറയുക, എല്ലാം സാത്താനാണ്, സാത്താൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് എല്ലാം സാത്താൻ്റെ തലയിലേക്ക് എടുത്തിട്ടിട്ട് സാത്താന് ക്രെഡിറ്റ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും പോകും. ഇതിൽ നിന്ന് ഒരു യഥാർത്ഥ ആത്മീയതയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത വിഷയം. ഈ 5 സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്. 1 റിപ്രഷൻ, 2 സപ്രഷൻ, 3 ഡിപ്രഷൻ, 4 ഒപ്രഷൻ, 5 ഒബ്സഷൻ. ഈ 5 സ്റ്റേജിൽ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞാൽ ചില പിശാച് ഒരാളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കയറുന്നതല്ല. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു എന്ന് പറഞ്ഞ സമയത്ത് കാശ്മീരിലോ പഞ്ചാബിലുള്ള ഇൻഡോ പാകിസ്ഥാൻ ബോർഡറിലാണ് തർക്കം നടന്നത്. കേരളത്തിലോ തമിഴ്നാട്ടിൽ ഇതിൻ്റെ ഒരു ഫലവും ഉണ്ടാവുന്നില്ല. ഇതുപോലെ ഇത് പതുക്കെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു, ചിലപ്പോൾ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു, ചിലപ്പോൾ ശരീരത്തിനും മനസ്സിനും കുഴപ്പമുണ്ടാക്കുന്നു. എന്തായാലും ആധ്യാത്മിക മേഖലയിലാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത്. അപ്പം ഇത് തിരിച്ചറിയാൻ എങ്ങനെ പറ്റുമെന്നുള്ളതാണ്. ഇത് ഒരു സാധാരണ കോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഭക്തവസ്തുക്കളോടുള്ള ഒരു അലർജി. ഇപ്പോൾ കഴുത്തിൽ കൊന്തയിട്ട് നടന്ന ആൾ കൊന്തയിടൽ നിർത്തി, കഴുത്തിൽ വെൻഡിങ് ഇട്ട് നടന്ന ആൾ വെൻഡിങ് ഇടൽ നിർത്തി. അല്ലെങ്കിൽ പൊട്ട് തൊടാത്ത പെൺകുട്ടി പള്ളിയിൽ പോകുമ്പോഴും പൊട്ടിട്ടിട്ട് വലിയ ആന പോലത്തെ വലിയ പൊട്ടുകളൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ പോകുന്നു. കുരിശടയാളം പറിക്കുന്ന സ്ഥലമാണ്, അപ്പോൾ അവിടെ പൊട്ടിട്ട് പിന്നെ കുരിശടയാളം പറിക്കും. ഇല്ലെങ്കിൽ വസ്ത്രങ്ങളിലൊരു മോഡസ്റ്റി, ഇപ്പോൾ ബീച്ചിൽ പോണ പോലെ പള്ളിയിൽ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം, സ്ത്രീയായാലും പുരുഷനായാലും ഇത്തരം കാര്യങ്ങൾ കാണിക്കുക. അതിൽ കുടുംബ പ്രാർത്ഥനയിൽ പങ്കാളിയാവാതിരിക്കുക, ബൈബിള് വായിച്ചിരുന്ന ആൾ വായിക്കാതിരിക്കുക, വ്യക്തിപരമായി പ്രാർത്ഥിച്ചിരുന്ന ആൾ പ്രാർത്ഥിക്കാതിരിക്കുക, കൂദാശകൾ സ്വീകരിക്കാത്ത വ്യക്തികൾ കൂദാശ തീരെ അവഗണിക്കുന്നു, കുമ്പസാരമില്ല, കുർബാന പള്ളിയിൽ പോയാൽ പോലും കുർബാന സ്വീകരിക്കില്ല, കുർബാനയ്ക്ക് പോയാൽ പോലും പള്ളിയുടെ ഉള്ളിൽ കയറാതെ പുറത്ത് നിൽക്കുക. ഇത്തരം ആളുകളൊക്കെ സൂക്ഷ്മമായിട്ട് നമ്മളൊരു നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ചില തരത്തിലുള്ള പീഡകൾ, ഏതെങ്കിലും തരത്തിലുള്ള പീഡകൾ അവരിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് എന്താണെന്നാണ് പലരും ചോദിക്കാറുള്ളത്. ആ പ്രതിവിധി എന്ന് പറയുന്നത് 1 നല്ല കൗൺസിലിങ്ങിന് വിധേയമാക്കുക, ആ കൗൺസിലിങ്ങിനെ തുടർന്ന് നല്ല കുമ്പസാരത്തിന് പോവുക, പാപമേറ്റു പറയുക, പാപക്ഷമ നേടുക, ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുക, വൈദികരെ കൊണ്ട് തലയിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക, പൗരോഹിത്യ ആശീർവാദം കൂടെ സ്വീകരിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പുറത്തു വരാൻ പറ്റും. പിന്നെ ഇതൊരു പഠന സെഷനൊന്നും അല്ല, ഒരു ഫോർമൽ ഇൻഫർമേഷൻ, ഒരു പ്രാഥമികമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന സെഷൻ ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. ഹീലിംഗ്, ഡെലിവറൻസ്, അവെയർനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗ്രൂപ്പുകളും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ധ്യാനങ്ങൾ പലയിടത്തും നടക്കാറുണ്ട്. അത്തരം ഇത് അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള ആളുകൾ അത്തരം ശുശ്രൂഷകളിൽ പങ്കെടുക്കുക. അതുവഴി ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്തായാലും ഹീലിംഗ്, ഡെലിവറൻസ്, എക്സോർസിസം മുതലായ കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു പ്രാഥമികമായ അറിവ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം. അത് ഉണ്ടായാൽ നിങ്ങൾക്ക് മറ്റു വിശ്വാസികളെ സഹായിക്കുവാനായിട്ട്, പലതരത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾ, എല്ലാം മാനസിക രോഗമല്ല, ചിലതെങ്കിലും പൈശാചിക പീഡം മൂലം ഉണ്ടാകുന്ന മാനസിക രോഗമുണ്ട്. അത് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് വിമോചനവും വിടുതലും യേശുവിൻ്റെ നാമത്തിൽ കിട്ടുകയും യേശു നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കുകയും ചെയ്യും. എന്തായാലും ഈ കേട്ട കാര്യങ്ങൾ നിങ്ങളിൽ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആധ്യാത്മികമായ വിഷയങ്ങൾക്ക് ദൈവം തന്നെ നിങ്ങളോട് സംസാരിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തന്ന് നിങ്ങളെ നേർവഴിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.